എത്രയൊക്കെ പറഞ്ഞാലും PSG ഒരു ഭയങ്കര സർപ്രൈസ് പാക്കേജ് കേട്ടോ. ഇവിടെ എൻട്രിക്ക് ഒന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ അത് ശരിയാവില്ലാന്ന് തോന്നുന്നു. എന്തൊരു ടീമായിരുന്നു അത്. ഞാനൊരു വീഡിയോ ഇട്ടതേ ഉള്ളൂ, മറ്റേ ആ അബ്ദുൾ അൽ ഖലീഫയോ ആ പുള്ളിക്ക് എന്താണ് ഫുട്ബോൾ എന്ന് പറഞ്ഞത് എൻട്രിക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുത്താണ് വരുമ്പം തന്നെ. അതായത് നമുക്ക് ഇങ്ങനെ മാനേജർമോട് കളിച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ ബാക്കിൽ ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക ഒരു ഫിലോസഫി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത്. ഇവർക്ക് മറ്റവരുണ്ടല്ലോ, നാപ്പോളിന്ന് വന്ന അവനുണ്ടല്ലോ, എന്താണ് മറ്റേ ക്വാറ്റ്സ്ലീലിയ, ഗറസ്കേലിയും ഉസ്മാൻ ഡെമ്പലെ ഒരു രക്ഷയില്ല. ട്രോളൊക്കെ കണ്ടില്ലേ ആദ്യമായിട്ട് ഈ റോബോട്ടിക് വിങ്ങേഴ്സിന്റെ ഇടയിൽ ഉസ്മാൻ ഡെമ്പലേനെയും ക്വാറ്റ്സ്കേലിയെയും കാണുമ്പോൾ സന്തോഷം വരുന്നതൊക്കെ പറഞ്ഞിട്ട് ട്രഡീഷണൽ വിങ്ങേഴ്സിനെ പോലെ കളിക്കുന്നു. ഇവിടെ ബാർക്കോള എന്ന് പറയുന്ന ഒരുത്തുണ്ട് മുമ്പിൽ, ഒരു വട്ടന. അതിന്റെയൊക്കെ കൂടെ തന്നെ ബെഞ്ചിൽ ഒന്നും അറിയത്തില്ല പിള്ളേരുണ്ട്, അതായത് ഡോ എന്നൊക്കെ പേര് പറഞ്ഞിട്ട്. പിന്നെ ഒരു ജാപ്പനീസ് ഒരു ചെറുക്കനുണ്ട്, ജാപ്പനീസ് സൗത്ത് കൊറിയൻ അറിയില്ല, പക്ഷെ ഗൊൺസാലോ ബെഞ്ചാ. ഗൊൺസാലോ റാമോസ് ഒക്കെ 120ാമത്തെ മിനിറ്റിൽ ഇതാ ഇറങ്ങി വരുന്നു. അതുണ്ട്, പക്ഷെ ഞാൻ പറയട്ടെ, വിട്ടീഞ്ഞെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. വിട്ടീഞ്ഞെ ഭയങ്കര ഒരു വർക്ക് ഫോഴ്സ് ആണ് വിട്ടീഞ്ഞെ. രക്ഷയില്ല രണ്ടുപേരും, ഒരു രക്ഷ. ലിവർപൂളിനൂടെ ഹെവി ആയിരുന്നു, ലിവർപൂളിനൂടെ. ഞാൻ മറ്റേ അതാ പറഞ്ഞ ഒരുപാട് പയ്യന്മാരും ഉണ്ട്. പിന്നെ യൂറോ കപ്പ് വിന്നറായ ഫാബിയാൻ റൂയിസ് ആണ് അവരുടെ അറ്റാക്കിംഗ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇഫ് ഐ സ്പീക്ക് ഐ വിൽ ബി ഇൻ ബിഗ് ട്രബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് വേറെ പ്ലേയേഴ്സ് ഒന്നും ഒക്കെ മാറി ഒന്ന് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന 2 പ്ലേയേഴ്സ് വന്നപ്പോൾ PSG നന്നായി. ഒരു ട്രാക്ക് ബാക്ക് ചെയ്യുന്ന 2 ഫോർവേഡ്സ് വന്നപ്പോഴത്തേക്കും PSG നന്നായി. No, sorry. You will be punished.